നമ്മൾ വയനാട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. വയനാട്ടിൽ നമ്മളെ കാത്ത് രണ്ടുപേർ നിൽക്കുന്നുണ്ട്. ഒന്ന് കാട്ടാന, ഒന്ന് ദീപക് മലയമ്മ. വയനാട്ടിൽ വീണ്ടും കാട്ടാന ജീവനെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. സുൽത്താൻ ബത്തേരി നായ്ക്കട്ടിയിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു എന്ന വാർത്ത വരുന്നു. കല്ലുമുക്ക് സ്വദേശി രാജുവാണ് മരിച്ചത്. ദീപക് മലയമ്മ വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, വീണ്ടും കാട്ടാന ശല്യം വയനാട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുകയാണ്. എങ്ങനെയാണ് രാജു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്? സുജയ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാജുവിനെ വഴിയരികിൽ നിന്ന് നായ്ക്കട്ടി ആ ഒരു മേഖലയിൽ നിന്നാണ് രാജുവിന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ, ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പല വിധത്തിൽ ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഇതിനുള്ള തക്കതായ നടപടികൾ ഉണ്ടാകും, പരിഹാരങ്ങൾ ഉണ്ടാകും എന്നുള്ള വാദങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോഴും നിർബാധം ഇങ്ങനെ മനുഷ്യരുടെ ജീവൻ പൊലിയുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നിലവിൽ ഈ കല്ലുമുക്ക് സ്വദേശിയായിട്ടുള്ള രാജുവിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം.